ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ഡിഷാണ്. ചിക്കൻ കടായിക്ക് ഒരു ട്വിസ്റ്റ്. ഇതിൽ നമ്മൾ പച്ചമാങ്ങയും കൂടി ചേർത്ത് നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് സെർവ് ചെയ്യുന്നതും. ഈ സെർവിങ്ങിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല പച്ചമാങ്ങ ഒക്കെ ഇട്ട് അലങ്കരിച്ച്, പിന്നെ ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേക ചില്ലി ഓയിൽ ഒഴിച്ച് അതിങ്ങനെ സിസിലിംഗ് സൗണ്ടൊക്കെ വരും. ഒരു പൊട്ടിത്തെറിയും ഒരു നല്ല മണം. എല്ലാവർക്കും കൊതി തോന്നും, ഓ ഇതൊന്ന് കഴിച്ച് നോക്കണമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാംഗോ ചിക്കൻ കടായി. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കൻ വേണം. നല്ല ഫ്രഷ് ചിക്കൻ ആയിരിക്കണം ഈ ഡിഷിന്, അത് മസ്റ്റാണ്. ഫ്രോസൺ ചിക്കനൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ 1 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എല്ലോടുകൂടി സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി ഡ്രെയിൻ ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് 20 കാഷ്യൂ നട്ട്സ്, ഒരു പച്ചമാങ്ങയോളം വേണ്ടി വരും. പുളിപ്പ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ അളവ് എടുക്കുന്നത്. നല്ല മണമുള്ള പച്ചമാങ്ങ ആയിരിക്കണം. ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും രണ്ടും ഒരു 2.5 ടീസ്പൂണോളം വേണം. പിന്നെ പച്ചമുളകും ചതച്ച് പേസ്റ്റ് ആക്കിയത് വേണം 2.5 ടീസ്പൂണോളം. ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു എരിവ് ഒരുപാട് ഇല്ലാത്ത പച്ചമുളകാണ്, നല്ല മണമുള്ള പച്ചമുളക്. 2 സവാള സ്ലൈസ് ചെയ്തത് വേണം. സ്പൈസസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ ഏതെങ്കിലും നല്ല ഗരം മസാല, 2 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണിലേക്കാളും കുറച്ച് കൂടുതൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പിടി മല്ലിയില ചോപ്പ് ചെയ്തത്, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഉപ്പ് പാകത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 1.25 ടീസ്പൂണാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ വേണം ഈ റെസിപ്പിക്ക്. നമ്മൾ ഇതൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഈ തന്തൂരി ഐറ്റംസിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ ഏറ്റവും അവസാനം ആഡ് ചെയ്യാൻ 1 ടീസ്പൂൺ ഓയിലും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും. പിന്നെ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകിൻ്റെ പേസ്റ്റ് അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ആവശ്യമുള്ള അത്രയും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ട് നമ്മൾ വെള്ളം അധികമൊന്നും ചേർക്കാണ്ട് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്താൽ നന്നായി അരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പം മിക്സി അനുസരിച്ച് ചില മിക്സിയിലിട്ടാൽ അത്ര നന്നായി പേസ്റ്റ് ആക്കി കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ പച്ചമാങ്ങ എടുത്ത് നമുക്ക് റെഡിയാക്കാം. ഇത് സ്ലൈസ് ചെയ്ത് തൊലി കളയാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറച്ച് കഷ്ണങ്ങൾ തൊലിയോടുകൂടി ചെറിയ ചെറിയ ഡൈസ് പീസസ് ആക്കിയിട്ട് നമുക്ക് അരിഞ്ഞു വെക്കണം. ഇത് ഗാർണിഷിന് യൂസ് ചെയ്യാൻ പോകുന്നതാണ്. പിന്നെ തൊലി കളഞ്ഞതും നമുക്ക് ഡൈസ് ചെയ്ത് വെക്കണം, അതും മാറ്റി വെക്കണം. ഇതിൻ്റെ അളവ് നമ്മൾ ഈ ഡിഷിൻ്റെ പുളി അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ തൊലി കളഞ്ഞ് നമ്മൾ ഡൈസ് ചെയ്ത് വെച്ച പച്ചമാങ്ങയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് എടുത്തിട്ട് അത് അരച്ച് പേസ്റ്റ് ആക്കുകയും വേണം. അപ്പോൾ 3 സെറ്റാണ് നമ്മുടെ പച്ചമാങ്ങ. തൊലിയുള്ള ഡൈസ് നമ്മുടെ ഗാർണിഷിന് വേണ്ടി, തൊലിയില്ലാത്ത ഡൈസ് ആവശ്യമനുസരിച്ച് ചേർക്കാൻ. പിന്നെ അതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ അരച്ച് പേസ്റ്റ് ആക്കിയതും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുന്നതാണ് എല്ലാം നല്ലത്. ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റ് ആക്കിയാലും തിരക്കേടില്ല. നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റിൽ നിന്ന് പകുതി ഭാഗം വെളുത്തുള്ളി പേസ്റ്റ്, പകുതി ജിഞ്ചർ പേസ്റ്റും, പകുതി പച്ചമുളകിൻ്റെ പേസ്റ്റും, പകുതി നമ്മുടെ ഗരം മസാല എന്ന് വെച്ചാൽ 2 ടീസ്പൂണിൻ്റെ പകുതി 1 ടീസ്പൂൺ, എല്ലാത്തിൻ്റെയും പകുതി നമ്മൾ ആദ്യം ഈ ചിക്കനിലേക്ക് ഇടുന്നുണ്ട്. ഇത് അതിൻ്റെ കൂടെ നമ്മൾ പച്ചമാങ്ങ അരച്ചത് മുഴുവനോടുകൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന അളവിൽ കാഷ്യൂ നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടി 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് മൂടി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം ഏറ്റവും കുറഞ്ഞത് മാരിനേറ്റ് ചെയ്യണം. കുക്ക് ചെയ്യാൻ ടൈം ആവുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമുക്ക് പുറത്തെടുത്ത് വെക്കണം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മൂടി വെക്കണം, അതിൻ്റെ കളറൊന്നും മാറി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കന് നല്ലൊരു സ്മോക്കി സ്മെല്ല് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോഴും ചെയ്യാറുണ്ട്, നമ്മൾ ചിലപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇന്നും മാരിനേറ്റ് ചെയ്യണതിൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. നമ്മൾ ബൗളിൻ്റെ സൈഡിലേക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ നീക്കി വെക്കുന്നു. അതിൻ്റെ നടുക്ക് ഒരു ബൗൾ, ചെറിയ സ്റ്റീലിൻ്റെ ഒരു കപ്പോ ബൗളോ
ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം ചാർക്കോൾ നന്നായി തീയിൽ വെച്ചിട്ട് അത് റെഡായി വരുന്ന വരെയും ചൂടാക്കണം. ആ ചെറിയ ബൗളിൽ നമ്മൾ ഗ്രാമ്പു പറഞ്ഞിരിക്കുന്ന അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ചൂടായ ചാർക്കോളിൻ്റെ കഷ്ണം, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അപ്പം തന്നെ മൂടി വെച്ച് നല്ല വെയിറ്റും വെക്കണം, ഒട്ടും തന്നെ ആ സ്മോക്ക് പോവാണ്ടിരിക്കാൻ. ഇതുപോലെ ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ ചിക്കന് നല്ലൊരു സ്മോക്കി സ്മെല്ലൊക്കെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്മോക്കിംഗ് സ്റ്റെപ്പ് തന്തൂരി ഐറ്റംസിനൊക്കെ ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ വീട്ടിൽ. ഇത് വേണമെങ്കിലും മാരിനേറ്റ് ചെയ്യുന്ന സമയത്തും ചെയ്യാം, ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നമുക്ക് വലിയൊരു കടായി വേണം. ഇതിലേക്ക് ബാക്കിയുള്ള ഓയിൽ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ബാക്കി വരുന്നത്. അത് ചേർത്ത് ചൂടായതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് ബാക്കി അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് അരച്ച പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ച് ആ റോ സ്മെല്ലൊക്കെ മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അളവിൽ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ബാക്കി വന്ന ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഗരം മസാല 1 ടീസ്പൂൺ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, ആ നല്ലൊരു മണം വരുന്ന വരെ. ഇത്തിരി വെള്ളം തെളിച്ച് കൊടുക്കാം മടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ നടുക്കുന്ന ആ ചാർക്കോൾ എടുത്ത് മാറ്റിക്കളയാം. നമുക്ക് ഇത് ഇനി കടായിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ചിക്കൻ്റെ ആ പിങ്ക് കളറൊന്ന് മാറി മസാല ഒക്കെ ഒന്ന് നന്നായി കോട്ട് ചെയ്താൽ മതി. ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ. അപ്പോഴേക്കും ഈ ഒരു രീതിയിലായിട്ട് ആയതിനു ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ മാങ്ങ, തൊലിയില്ലാത്ത മാങ്ങ ഡൈസ് ചെയ്ത് വെച്ചത്, അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കാരണം ഇതിൽ മാങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ മാരിനേറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ പുളി അനുസരിച്ചിട്ട് വേണം ഇത് ചേർക്കാൻ. നമ്മുടെ പച്ചമാങ്ങക്ക് ഒരുപാട് പുളി ഇല്ലെങ്കിൽ ഈ ഡൈസ് ചെയ്ത ഈ പച്ചമാങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി പുളിപ്പ് കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കുറവും ചേർക്കാം. അതിപ്പോൾ നിങ്ങളുടെ തരം അനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളവും ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില കൂടരുത്, നമ്മൾ ആ സ്മോക്ക് ചെയ്ത ആ ചിക്കൻ്റെ എഫക്റ്റ് കുറയും. മല്ലിയില കൂടിപ്പോയാൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിഞ്ഞത് മതിയാവും. ഇനി നമ്മുടെ കടായി മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഗ്രേവി കുറച്ച് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ കുക്കിംഗ് ടൈം റിഡ്യൂസ് ചെയ്യാം. എനിക്ക് ഇത് നന്നായി ഒരുവിധം വറ്റി ചെറുതായി ഒരു ഗ്രേവി മാത്രം ബാക്കി വരാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ പ്രസൻറ്റേഷനും അത് നല്ലത്. അതിപ്പോൾ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ചിക്കനൊക്കെ വെന്ത് നല്ല പാകത്തിന് ഇതുപോലെ മസാല ഇത്രയും ഗ്രേവി പാടുള്ളൂ. ഇത് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന നല്ലൊരു ഡിഷ്, എന്തെങ്കിലും ഗാർണിഷിന് പറ്റിയ ടൊമാറ്റോ സ്ലൈസ്, ക്യൂക്കമ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇടാൻ പോകുന്നത്. നമ്മൾ കഴിക്കാൻ റെഡിയായി ഇരിക്കുന്ന എല്ലാവരും റെഡിയായി വരുമ്പോഴേ ഇത് ചെയ്യണമെങ്കിൽ അത്ര നല്ല രസമായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ കൊതി തോന്നും. നമുക്ക് പ്ലേറ്റിൽ ചൂടുള്ള മാംഗോ ചിക്കൻ കടായി ചേർത്തതിന് ശേഷം നമുക്ക് വേഗം ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം തീ ഓഫാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അത് നന്നായി ഒന്ന് സിസിൽ ചെയ്യുമ്പോൾ തന്നെ വേഗം ഓടിപ്പോയി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ നല്ല രസമാണ്, ആ ഒരു സ്മെല്ലും കിട്ടും. നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഒഴിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറി സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എഫക്ട്സുമായി ഇനി നമുക്ക് അവസാനം നമ്മുടെ മാംഗോ ഗാർണിഷ് ചേർക്കാം. ആ തൊലിയുള്ള പീസസ് മാറ്റി വെച്ചിരുന്ന പച്ചമാങ്ങ ഒരുപാടൊന്നും വേണ്ട, ഒരു ഭംഗിക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ശകലം മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മോക്കി മാംഗോ ചിക്കൻ കടായി. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നാൻ, ചപ്പാത്തി ഇതിനേറ്റൊക്കെ നന്നായി ചേരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം, ഫോട്ടോ അയക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.